ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ധൃതിക്ക് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് മുത്തശ്ശി ഒന്ന് ചോദിക്കണം, അല്ല ഇത് എവിടെ പോവാ? കാലത്ത് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, ഇതെങ്ങോട്ടാ പോകുന്നത്? ഞാൻ ചുമ്മാ പുറത്തു വരെ, ഞാൻ ചുമ്മാ പോകുന്നതാന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഡയലോഗ് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാതൊന്നും അല്ല, എന്തോ അത്യാവശ്യ കാര്യത്തിനാ, അല്ലെങ്കിൽ എന്നോട് പറയുമല്ലോ. എന്താ എന്നോട് പറയാതൊരു പോക്ക്? എന്താണെങ്കിലും പറഞ്ഞൂടെ ഇദ്ദേഹത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എടോ താൻ ടെൻഷൻ അടിക്കല്ലേ, ഞാനങ്ങനെ തന്നോട് പറയാതെ ഒന്നും പോകുന്നതല്ല. ഞാനേ നമ്മുടെ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോവുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ കുടുംബക്ഷേത്രം വരെ പോവാനോ? എങ്കിൽ പിന്നെ പറഞ്ഞെങ്കിൽ ഞാനും വരുമായിരുന്നില്ലേ? എന്തിനൊറ്റക്ക് പോകുന്നത്, എന്നെ കൂട്ടാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടോ നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ പൂജകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ലേ, പിന്നെ ആയില്യം ആ സമയത്ത് മാത്രമേ അമ്പലം നട തുറക്കുകയുള്ളൂ, പൂജകൾ ചെയ്യുകയുള്ളൂ. എനിക്കിപ്പോൾ കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാവില്ലേ, അവിടെ ഒന്ന് പോകണം. അവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞടോ. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒന്ന് വിളക്ക് കത്തിക്കണം, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ വെറുതെ കൂട്ടേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. തനിക്ക് മുട്ടുവേദനയും ശരീരം വേദനയൊക്കെ അല്ലേ, അതുകൊണ്ട് എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? അപ്പം പിന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി, ഈയിടെയായിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് നുണ പറച്ചിലൊക്കെ കൂടുതലാണ്. ഞാൻ തന്നോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാനേ കാവിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ വരാം, ശരി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുക. ഈ സമയം തന്നെ നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കുകയാണ്. അപ്പം നയനെ ഉപദേശിക്കണം, എൻ്റെ പൊന്നു നയനെ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളി വരും, എന്നെ വിളിച്ച് ഒരുപാട് ചീത്ത പറയും. നീ മുത്തശ്ശിയോടും അതും ഇതൊക്കെ ഒന്നും പറയാൻ നിൽക്കരുത്. എൻ്റെ ആദർശേട്ടൻ, ഞാനതിന് മുത്തശ്ശിയോടൊന്നും പറഞ്ഞല്ലോ, ഞാൻ ആദർശേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ, ഞാനത് ചുമ്മാ മുത്തശ്ശിയെ വിളിച്ചതാണ്, ചുമ്മാ പറഞ്ഞാന്നൊക്കെ പറഞ്ഞല്ലോ. അയ്യോ, ചുമ്മാ പറയതാണെങ്കിലും പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി. ഇനി അവരുടെ വാലികണ ചീത്തയൊന്നും കേൾക്കാനായിട്ട് എനിക്ക് പറ്റൂല നയനെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ദൈവത്തോർത്ത് അവരോടൊന്നും പറയാൻ നിൽക്കരുത്. ഇല്ല ആദർശേട്ടാ, ഞാനൊന്നും പറയില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദർശേട്ടാ, ആദർശേട്ടൻ നേരത്തെ വരുമോ? അതെന്താ നേരത്തെ വരുമെന്ന് ചോദിച്ചത്? എന്താ നേരത്തെ വന്നെങ്കിൽ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നേക്കാം എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട ആദർശേട്ടൻ പോയ കാര്യങ്ങളെല്ലാം തീർത്ത് സമാധാനത്തോടെ സാവകാശം വന്നാൽ മതി, എനിക്ക് ഒരു ധൃതിയില്ല ആദർശേട്ടൻ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താണ് ഞാൻ കാവിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെന്താ ആദർശേട്ടാ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ കാവിലേക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമോ? എനിക്ക് കാവിൽ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ആദർശേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി ചെയ്യുക, എന്നിട്ട് ആ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കുക, അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അതെ, അത് തന്നെയാണ് ഉത്തരവാദിത്തം, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശേട്ടൻ ഇറങ്ങിക്കോ. അങ്ങനെ ആദർശം ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇത് വരികയാണ്, എലിസബത്ത് ആൻറ്റി വരികയാണ്. അപ്പോൾ എലിസബത്ത് ആൻറ്റി വന്നിട്ട് മോളെ, നമ്മൾ എന്തിനാ മോളെ ഇപ്പോൾ കാവിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, കാവിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, പെട്ടെന്ന് കാവിലേക്കൊക്കെ പോകാനെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെയും വിളിച്ചു, ആദർശ് മോനെ, ആദർശ് സാറിനെ ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് മോൾ എന്തിനാ എന്നെ വിളിച്ചത്? അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പം എന്തോ ആവശ്യമുണ്ടല്ലോ. അതൊക്കെ ചേച്ചിക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞ ഏതായാലും ത്രില്ല് കളയുന്നില്ല, അതുകൊണ്ട് അവിടെ ഉണ്ട് ഒരാൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാ മോളെ? മോളുടെ ചേച്ചിയാണോ? മോളുടെ ചേച്ചിയാണെങ്കിലേ അങ്ങോട്ട് പോകണ്ട കേട്ടോ, അത് വലിയൊരു ആപത്തിലേക്ക് വഴിതിരിക്കും. പിന്നെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കും. ഞാൻ എന്തിനാ മോളെ കൊണ്ടുപോയെന്നല്ലേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് മോളുടെ ചേച്ചിയാണെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇല്ല എലിസബത്ത് ആൻറ്റി, ചേച്ചിയൊന്നും അല്ലെന്നേ, ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആളാരാണെന്ന് മനസ്സിലായാൽ മതിയെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പോഴേ ചേച്ചി അങ്ങോട്ട് ഞെട്ടിപ്പോകും. ഈ കൊച്ചിത് എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, ചേച്ചി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ കാവിലേക്ക് പോവാണ്. കാവിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് എലിസബത്ത് കാണുന്നത്. അയ്യോ, അത് മൂർത്തി സാറല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, മുത്തശ്ശൻ തന്നെയാണ്. അയ്യോ മോളെ, മൂർത്തി സാറുണ്ടല്ലോ, ചേച്ചി വാ ചേച്ചി, ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വന്നത്. മൂർത്തി സാറിനെയോ? അതെ, എലിസബത്ത് ആൻറ്റിയുടെ മൂർത്തി സാറിനെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? അങ്ങനെ
മുത്തശ്ശൻ്റെ അരികിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നയനയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ഇതെന്താ സാറേ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ നയനയോട് പറയണം, മോള് പോയി ഏതായാലും തൊഴുതിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നമ്മുടെ നയന തൊഴാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് എലിസബത്ത് ചോദിക്കണം, എന്താ സാർ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറും കൊച്ചുമോളും കൂടി തമ്മിൽ കാണുന്നോ, സംസാരിക്കുന്നോ, നിങ്ങൾ തമ്മിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എലിസബത്തേ, എൻ്റെ മോളുടെ പിണക്കങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങളെല്ലാം എലിസബത്തിന് പിന്നീട് മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയാം. അങ്ങനെ നയന പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് വരിക. മുത്തശ്ശൻ്റെ അരികിലേക്ക് വന്നിട്ട് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇനി പറ, മോൾക്ക് എന്താ പറയാനുള്ളത്? എലിസബത്തെ, ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനുണ്ട്. എലിസബത്ത് അങ്ങോട്ട് മാറി നിൽക്കുക. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അല്ല മുത്തശ്ശ, മുത്തശ്ശനല്ലേ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി വിളിച്ച് ഓരോരോ കാര്യങ്ങളെല്ലാം പറയുന്നത്? അതെ, ഞാൻ തന്നെയാണ്. അന്ന് 3-ാം മാസ ചടങ്ങിന് മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വീഡിയോ കോൾ വിളിച്ച് അവരെല്ലാവരെയും കാണിച്ചു കൊടുത്തത് അത് മുത്തശ്ശൻ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, അത് ഞാൻ തന്നെയാണ്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശ, അത് മുത്തശ്ശൻ തന്നെയാണെന്ന്. പിന്നെ എന്തിനാ മുത്തശ്ശ ഇങ്ങനൊരു നാടകം കളി എന്ന് ചോദിച്ചപ്പോഴേക്കും, മോളെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മോൾക്ക് വേണ്ടി മാത്രമാണ്. മോൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞതും മോള് മനസ്സുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശി വന്ന് എന്നോട് പറഞ്ഞു, എലിസബത്തും പറഞ്ഞു. അപ്പോൾ പിന്നെ മോളെ കാണാതിരിക്കാനായിട്ട് മുത്തശ്ശിന് കഴിയില്ലല്ലോ. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആദർശ് അറിയാനായിട്ട് പാടില്ല. നമ്മൾ കണ്ട കാര്യങ്ങളും ആദർശിനോട് പറയാൻ നിൽക്കരുത്. ഇല്ല മുത്തശ്ശ, ഞാൻ പറയത്തില്ല മുത്തശ്ശ. ഇത് ഞാൻ മുത്തശ്ശിന് തരുന്ന വാക്ക് തന്നെയാണ്. എങ്കിലേ മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുടുംബത്തെ മറന്ന് ജീവിക്കുന്ന ഒരാളാണെന്ന്? ബിസിനസ് അതും നമ്മുടെ ജീവിതത്തിൽ മുഖ്യം തന്നെയാണ്. പാരമ്പര്യമായി കിട്ടിയ ബിസിനസ്. അപ്പോൾ അതിലൊരു തകർച്ച വരുമ്പോൾ ആർക്കാണെങ്കിലും ചെറിയ സങ്കടമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് എൻ്റെ കുടുംബത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. പിന്നെ ആദർശിനെ അവിടെ നിന്ന് പുറത്താക്കിയതിനുള്ള കാരണം അത് മറ്റൊന്നാണ്. ആദർശ് ഇനിയൊരു തെറ്റിലേക്ക് ആവർത്തിക്കാൻ നിൽക്കരുത്. ഇനി അവനൊരു പരാജയം ഉണ്ടാകാനായിട്ട് പാടില്ല. അവൻ ഉറപ്പായിട്ടും നമ്മുടെ കമ്പനിയുടെ ശത്രു ആരാണോ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യണം. അതിനു വേണ്ടി തന്നെയാണ് ആദർശിനോട് ഞാൻ അങ്ങനെ കടും പിടുത്തം പിടിച്ച് നിൽക്കുന്നത് മോളെ എന്ന് പറയാണ്. മുത്തശ്ശ, എനിക്ക് മനസ്സിലായി മുത്തശ്ശ. പക്ഷേ ആദർശേട്ടൻ ഈ ശത്രുവിൻ്റെ പിന്നാലെ തന്നെയാണ്. ഉറപ്പായിട്ടും ആദർശേട്ടൻ ആ ശത്രുവിനെ കണ്ടെത്തും. എന്നിട്ട് മുത്തശ്ശൻ്റെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തന്നെയാണ് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നല്ല കഠിന പ്രയത്നം തന്നെയാണ് ആദർശേട്ടൻ ചെയ്യുന്നത് എന്നൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ തന്നെ വേണം മോളെ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കടുംപിടുത്തം പിടിച്ച് മാറി മാറി നിൽക്കുന്നത്. ഇപ്പം മോൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി മുത്തശ്ശ. മുത്തശ്ശന് ഞങ്ങളോട് അത്രയും മാത്രം സ്നേഹമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി മുത്തശ്ശ. ഇനിയിപ്പോൾ മോൾക്ക് മുത്തശ്ശനോട് വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ? എനിക്ക് വിരോധമൊന്നുമില്ല മുത്തശ്ശ. അപ്പോഴെനിക്ക് മനസ്സിലായായിരുന്നു മുത്തശ്ശന് വേണ്ടിയാണ് മുത്തശ്ശി ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്നും വീഡിയോ കോൾ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ എനിക്ക് മുത്തശ്ശൻ്റെ മുന്നിൽ വരണമെന്നും ഈ സത്യങ്ങൾ തെളിയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചല്ലോ മുത്തശ്ശ. ഏതായാലും മുത്തശ്ശൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആദർശേട്ടനാണെങ്കിൽ മുത്തശ്ശൻ്റെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കണം, എന്നിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് അവൻ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ആദർശമോനെയാണ്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എത്രമാത്രം സങ്കടം എൻ്റെ മനസ്സിലുണ്ടായെന്ന് മോൾക്ക് അറിയാവോ എന്നൊക്കെ മുത്തശ്ശൻ പല കാര്യങ്ങളും അവിടെ പറയാണ്. നമ്മുടെ കമ്പനിയെ തകർക്കാൻ വേണ്ടി വന്നത് ആരാണ്? അതല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത് മെയിനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അതേ മുത്തശ്ശ. പക്ഷേ ആദർശേട്ടൻ പറയുന്നത് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ നമ്മളെ തകർക്കാനായിട്ട് ആരാണ്? ശരിയാ മോള് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കളിക്കുന്നത് ഡേവിഡ് അല്ല. ആ ഡേവിഡിന് മുകളിലായിട്ട് ഒരുത്തനുണ്ട്. അവനെയാണ് കണ്ടെത്തേണ്ടത്.
എന്തിനാണ് അവൻ നമ്മുടെ കുടുംബത്തോട് എത്ര ശത്രുത കാണിക്കുന്നത്? അപ്പോൾ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ആദർശേട്ടൻ അത് ഉറപ്പായിട്ടും കണ്ടെത്തും. അയാളുടെ പിന്നാലെ തന്നെയാണ്. അങ്ങനൊരു സംശയം ആദർശേട്ടനുണ്ട് മുത്തശ്ശ. ശരി, മോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എലിസബത്തെ, ഇനി ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കവും വഴക്കവും ഒന്നുമില്ലട്ടോ എലിസബത്തെ. പിന്നെ ഈ കാര്യങ്ങൾ ആദർശം അറിയാൻ നിൽക്കണ്ട. പിന്നെ മോൾക്കൊരു കാര്യം അറിയോ? എലിസബത്തിനെ വരുത്തിയതും ദാമുവിനെ വരുത്തിയതും ഒക്കെ ഞാൻ തന്നെയാണ്. അതെനിക്കറിയായിരുന്നു മുത്തശ്ശ, മുത്തശ്ശൻ്റെ പണിയാണിതെന്നൊക്കെ. പക്ഷേ ഞാനൊന്നും മിണ്ടാതിരുന്നല്ലേ. അപ്പം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞല്ലേ. അപ്പം നമ്മുടെ എലിസബത്ത് ആണെങ്കിൽ, അതേ മോളെ, എപ്പോഴും മൂർത്തി സാറേ ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. മോൾ അത് കഴിച്ചോ, മോൾ ഇത് കഴിച്ചോ. മോൾക്കന്ന് സുഖമില്ലാതായി കഴിഞ്ഞപ്പോഴേക്കേ എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല. പിന്നെ മേഡം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നില്ലേ? വരുന്നത് എന്തിനു വേണ്ടിയാ? ഇത് മൂർത്തി സാറ് പറഞ്ഞിട്ട് തന്നെയാണ് മേഡം ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്ക് മനസ്സിലായി മുത്തശ്ശി ആ കാര്യങ്ങളൊക്കെ. ഇന്നിവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ. അപ്പോൾ നയനയും മുത്തശ്ശനുമായിട്ടുള്ള ആ ഒരു പിണക്കമടം അവസാനിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശവും അതേപോലെ തന്നെ മാളവികയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാളവിയോട് പറയാണ്, ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഈ ഡേവിഡിന് മുകളിലായിട്ടൊരു കള്ളനുണ്ടെന്ന്, അതായത് കിങ് കോബ്ര. അവൻ ആരാണെന്നാണ് ഇപ്പം നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അവൻ്റെ ചിത്രം വരച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ സേവിയർ എത്തും എന്ന് പറഞ്ഞ് തീരേണ്ട താമസം സേവിയർ എത്തി. അപ്പോൾ സേവിയർ എനിക്ക് ഈ ഒരു ചിത്രമാണ് കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നാഗേന്ദ്രൻ്റെ ചിത്രം കറക്റ്റായിട്ട് തന്നെ വരച്ചിരിക്കുകയാണ്. അതായത് പെൻസിൽ ഡ്രോയിങ് അങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സാറിന് ഇയാളെ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എങ്ങോ കണ്ട് മറന്ന എങ്ങോ ഒരു പരിചയം പോലെ എനിക്ക് തോന്നുന്നു. ഈ ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നു. എവിടെയോ കണ്ട ഒരു പരിചയം പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് പിന്നെ പറ സാറേ, പക്ഷെ എനിക്ക് പെൻസിൽ ഡ്രോയിങ് ആയതുകൊണ്ട് മുഖം കൂടെ വ്യക്തമാക്കുന്നില്ല. എടാ, നിനക്കിത് ശരിക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മുഖം ഒന്ന് വ്യക്തമായിട്ടൊന്ന് വരക്കാവോ? സാറേ, എനിക്ക് ഇത്രയുള്ളൊരു രീതിയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മാക്സിമം ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി മുഖം വ്യക്തമാക്കാൻ പറ്റുമെന്നൊന്ന് ഞാൻ നോക്കാം. എങ്കിൽ മുഖം വ്യക്തമാക്കണോടാ. എന്നാലേ ഇതാരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തോട് ഇത്രയും ഒരു വലിയ ചതി ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഡേവിഡ് അല്ല, അയാളുടെ മുകളിൽ നിൽക്കുന്ന ഈ കിങ് കോബ്ര തന്നെയാണ്. അപ്പം ഇത് മാളവികയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്ന കിങ് കോബ്ര ഇത് തന്നെയാണല്ലേ സാറേ? തീർച്ചയായിട്ടും മാളവികയെ, ഇവൻ തന്നെയാണ് കിങ് കോബ്ര. പക്ഷേ ഇവൻ്റെ മുഖം എനിക്ക് വ്യക്തമായിട്ട് കാണണം, കണ്ടേ മതിയാവുള്ളൂ. ഈ ഒരു രീതിയിലല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഷേപ്പ് അതേ രീതിയിൽ തന്നെ എനിക്ക് കാണുക തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും ഇനിയത് ഞാൻ ട്രൈ ചെയ്യാം. ശരി ഡേവിഡെ, ശരി സേവിയറെ, എങ്കിൽ പിന്നെ ആ ഒരു രീതിയിൽ നീ ചെയ്തിട്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം. ഈ സമയം തന്നെ നമ്മുടെ കാവ് കാണിക്കുകയാണ്. അപ്പോൾ നയനെ ഒന്ന് തലോടിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, മോളെ, ഇനി മോൾക്ക് ഒരു സങ്കടവും പാടില്ല. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആദർശി സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലാതെ. മനസ്സിലായല്ലോ? ഇല്ല മുത്തശ്ശ, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഏതായാലും മുത്തശ്ശൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഒരു ദേഷ്യമില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പം പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയാണ്. ഞാൻ അതുകൊണ്ട് ആദർശേട്ടനോട് ഒരു കാര്യവും പറയാനായിട്ട് പോകുന്നില്ല. ശരി മോളെ, എങ്കിൽ നിങ്ങൾ പോയിക്കോ. മോൾക്ക് എപ്പോൾ കാണണമെന്ന് തോന്നോ അപ്പോഴൊക്കെ മുത്തശ്ശൻ മോളുടെ മുന്നിൽ വരും. ഇനി നമ്മൾ ഇത്രയും പേര് മാത്രമേ സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിയരുതേ. ഇല്ല മുത്തശ്ശ, ആരും അറിയാനായിട്ട് പോകുന്നില്ല. അങ്ങനെ നമ്മുടെ നയന സന്തോഷം കൊണ്ട് മതി മറന്ന് ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ് നേരെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നയന സന്തോഷത്തോടെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നയനെ എന്ന് പറഞ്ഞുകൊണ്ട്, ആദർശേട്ടാ എന്താണ്, ഭയങ്കര സന്തോഷമാണല്ലോ, മുഖത്ത് നല്ലോണം തിളങ്ങുന്നുണ്ടല്ലോ, നല്ല വെളിച്ചമാണല്ലോ മുഖത്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ആദർശേട്ടാ നല്ല വെയിലല്ലേ, ആ വെയിലടിക്കുന്നതായിരിക്കും എൻ്റെ മുഖത്ത് നല്ലൊരു തെളിച്ചം. കാവിൽ പോയി വന്നതിന് ശേഷം നല്ലൊരു സന്തോഷവും മുഖത്ത് നല്ല പ്രസാദമൊക്കെ ഉണ്ട്. ഒന്ന് പോ ആദർശേട്ടാ, അതൊക്കെ ആദർശേട്ടന് വെറും തോന്നലാണ്. അല്ല, പോയ കാര്യം എന്തായി ആദർശേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ
പോയ കാര്യം സേവ്യർ ഒരു ചിത്രം വരച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ അയാളെ എവിടെയോ മറന്നൊരു മുഖം പോലെ എനിക്ക് തോന്നുകയാണ്. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം അവനോട് ഞാൻ ആ ഫോട്ടോ ഒന്ന് നല്ല ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരട്ടെ, അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ അതാരാണ് എന്താണെന്നൊക്കെ. ഏതായാലും കണ്ടെത്തണം ആദർശേട്ടാ. എന്നിട്ട് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകുക തന്നെ ചെയ്യണം. എന്താ, തറവാട്ടിലേക്ക് പോകാൻ നിനക്ക് ഇത്ര ധൃതിയായോ? അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? പിന്നെ അല്ലാതെ അവിടെ പോയി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്നേഹം കൊണ്ട് വളർന്നല്ല നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ നമ്മളെ വിളിക്കാതെ നമ്മൾ അങ്ങോട്ട് പോകുന്ന പ്രശ്നേ ഇല്ല നയനെ. അപ്പോഴേക്ക് നയനെ ഇങ്ങനെ മനസ്സിന്തിക്കണം, മുത്തശ്ശൻ വിളിക്കും. മുത്തശ്ശന് ഒരു ദേഷ്യമില്ല. ഇപ്പം തന്നെ മുത്തശ്ശന് ആദർശേട്ടൻ എന്ന് പറഞ്ഞ കൊച്ചുമോനെ വളരെ വളരെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആദർശേട്ടന് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടി സംസാരിക്കണം. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നോട് ഇങ്ങനെ വിളിക്കരുതെന്ന്. നീ തന്നെയായിട്ട് നമ്മുടെ ബന്ധം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്താടി ഇത്, ഇന്നലെ ഞാൻ ഉറങ്ങിയത് നല്ല റൊമാൻറ്റിക് മോഡിലാണ്, നിന്നെ സ്വപ്നം കൊണ്ട് മാത്രം. അപ്പോൾ എണീറ്റപ്പോൾ നിന്നെ വിളിക്കണമെന്ന് തോന്നി. നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ നെഗറ്റീവ് പറയണം. എടാ, ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല, നിന്നെ കാണണമെന്നും അതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളൊക്കെ. എന്ത് വീട്ടുകാരെ പിടിക്കാനായിട്ട്, എനിക്ക് നിന്നോട് സംസാരിക്കുമ്പോഴാണ് കുറച്ച് താല്പര്യമൊക്കെ തോന്നുന്നത്, ഒരു ഉഷാറൊക്കെ തോന്നുന്നത്, അതുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് അവന്തിക വരുന്നത്. അപ്പോൾ അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കോൾ കട്ടാക്കുകയാണ്. അപ്പോൾ അവന്തിക ചോദിക്കണം, ആരാണ്? കാമുകിയാണ് വിളിച്ചത്? കാമുകിയാണെങ്കിൽ നിനക്കിപ്പോൾ എന്താ കുഴപ്പം? എനിക്കൊന്നുമില്ല. പക്ഷേ ആരെന്നെ വിളിച്ചത്? എന്നെ കണ്ടപ്പോൾ തന്നെ ഫോൺ അങ്ങോട്ട് കട്ടാക്കിയല്ലോ, നന്ദു ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇതും പറഞ്ഞ് വീട്ടുകാരുടെ മുഴുവനും പറഞ്ഞുകൊണ്ട് നടന്നോ? നിനക്ക് വേറെ ഒരു പണിയില്ലേ അവന്തികെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പണിയില്ലാതെ ഇങ്ങനെ നടക്കുവാണല്ലോ, അതുകൊണ്ടാണല്ലോ അനിയേട്ടൻ്റെ പിന്നിൽ നടക്കുന്നത്. ഞാനേ അനിയേട്ടനോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അനിയേട്ടാ, അനാമികമായുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തിക്കൂടെ? അവൾ ചോദിക്കുന്ന ആ പൈസ അങ്ങോട്ട് കൊടുത്തൂടെ? അവൾക്ക് ഒരു പൈസയും ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നില്ല, അത് മുത്തശ്ശൻ സമ്മതിക്കുകയില്ല. എന്തിനങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ അവന്തിക്ക് അനാമിക നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. അവൾക്ക് പൈസ കിട്ടാതെ ഡിവോഴ്സിന് സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനോട് അനിയേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പൈസയ്ക്ക് ഇപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുത്താൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയൊന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.